നമസ്കാരം. നമ്മുടെ ഇന്റലിജൻസ് ബ്യൂറോ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിൻ്റെ അണ്ടറിൽ വരുന്ന IBയിലേക്ക് എങ്ങനെ നിങ്ങളുടെ മൊബൈൽ വഴി അപേക്ഷ അയക്കാം അതിനെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത്. കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് വീഡിയോ ചെയ്യാൻ, കാരണം ഒരുപാട് നോട്ടിഫിക്കേഷൻസ് നിങ്ങളിലേക്ക് എത്തിക്കാനുള്ളത് കൊണ്ട് കുറച്ച് ലേറ്റായി. അതിനോട് ക്ഷമ ചോദിക്കുന്നു. ഇനി 10 ദിവസം മാത്രമാണ് സമയമുള്ളൂ വീഡിയോ ചെയ്യുന്നതെന്ന് പറയുകയാണെങ്കിൽ ലാസ്റ്റ് ഡേറ്റ് 17 ഓഗസ്റ്റാണ്. 26 ജൂലൈന് തുടങ്ങിയ ആപ്ലിക്കേഷനാണ് 17 ഓഗസ്റ്റിന് എൻഡാവും. അതുകൊണ്ട് പെട്ടെന്ന് അപേക്ഷ അയക്കുക കേട്ടോ. ഒരുപാട് പേര് വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നോട്ടിഫിക്കേഷൻ വീഡിയോൻ്റെ താഴെ. അതായത് ആപ്ലിക്കേഷൻ വീഡിയോ വേണമെന്ന് പലരും പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് മാക്സിമം എല്ലാവരും അപ്ലൈ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് വീഡിയോ കണ്ടതിന് ശേഷം അയച്ചു കൊടുക്കുക. വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ വരുന്നത് 10ാം ക്ലാസ്സാണ്. നോട്ടിഫിക്കേഷൻ വീഡിയോ കണ്ടുവരിക, ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ ഡീറ്റെയിൽസ് മനസ്സിലാവും. നമ്മളിപ്പോൾ എങ്ങനെ അപേക്ഷ അയക്കാം അതിനെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ 1 ടൈം രജിസ്ട്രേഷൻ ആദ്യമായിട്ട് ചെയ്യുന്നവർ OTR ചെയ്യണം. അത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഈ ഒരു പേജിലേക്ക് വരും. ഇവിടെ കാണാം ടു രജിസ്റ്റർ എന്നൊരു ഓപ്ഷൻ കാണാം. അപ്പോൾ ആദ്യമായിട്ട് അപ്ലൈ ചെയ്യുന്നവരാണെങ്കിൽ ടു രജിസ്റ്ററിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യുക. അതെല്ലാം ഓൾറെഡി നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്, മുന്നേ ഏതെങ്കിലും മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിൻ്റെ അണ്ടറിൽ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓൾറെഡി രജിസ്റ്റേർഡ് ടു ലോഗിൻ എന്ന ബട്ടൺ കാണാം, അവിടെ ക്ലിക്ക് കെയർ കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നതുകൊണ്ട് ടു രജിസ്റ്റർ കൊടുക്കുകയാണ്. ക്ലിക്ക് കെയർ കൊടുത്തു. ആദ്യം തന്നെ പറയുന്നത് കാൻഡിഡേറ്റ് ഓർ ആപ്ലിക്കൻ്റ് ഫുൾ നെയിം, നിങ്ങളുടെ 10ാം ക്ലാസ്സിൻ്റെ സർട്ടിഫിക്കറ്റിലുള്ള പേര് പോലെ തന്നെ നിങ്ങളുടെ പേര് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. പറയുന്ന കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് കേൾക്കുക കേട്ടോ. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ പറയുന്നുണ്ട്, ശ്രദ്ധിക്കുക. മൊബൈൽ നമ്പർ അടിച്ചു കൊടുക്കുക. രണ്ടാമത് നിങ്ങൾ യൂസ് ചെയ്യുന്ന മൊബൈൽ നമ്പറാണ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. അത് കൺഫേം ചെയ്യുക. ഓക്കെ. പിന്നെ ആൾട്ടർനേറ്റീവ് മൊബൈൽ നമ്പറും എൻ്റർ ചെയ്ത് കൊടുക്കുക. അത് മാൻഡറ്ററി അല്ല. അവിടെ റെഡ് സ്റ്റാർ കാണുന്നില്ലേ, റെഡ് സ്റ്റാർ, ഈ റെഡ് സ്റ്റാർ ഉള്ളത് മാത്രം നിങ്ങൾ ഫില്ല് ചെയ്താൽ മതി. പിന്നെ ഇമെയിൽ അഡ്രസ്സ്, നിങ്ങളുടെ വാലിഡ് ആയിട്ടുള്ള ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുക. അത് കൺഫേം ചെയ്ത് കൊടുക്കുക. ഇത്രയും കഴിഞ്ഞാൽ പിന്നെ ഡൊമസൈൽ സ്റ്റേറ്റ് ഓർ യൂണിയൻ ടെറിട്ടറി. ഡൊമസൈൽ നമ്മൾ കേരളയാണ്, കേരള സെലക്ട് ചെയ്ത് കൊടുക്കണം. ഇവിടെ കേരള സെലക്ട് ചെയ്തു. പിന്നെ ചോദിക്കുന്നത് സബ്സിഡറി ഇൻ്റലിജൻസ് ബ്യൂറോ, ഏത് SIBയിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത്. തിരുവനന്തപുരം മാത്രമാണ് കേരളത്തിലുള്ളൂ. കാറ്റഗറി കൊടുക്കുക. നിങ്ങളുടെ കാറ്റഗറി ജനറൽ ആണെങ്കിൽ UR, OBC NCL ആണെങ്കിൽ അത് SC ST EWS. അപ്പോൾ അത് കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി പോസ്റ്റ് നെയിം സെലക്ട് ചെയ്യുക. സെക്യൂരിറ്റി അസിസ്റ്റൻറ്റ് എക്സിക്യൂട്ടീവ് ആണ്, അത് കൊടുത്തു. പോസ്റ്റ് കോഡ് ഓട്ടോമാറ്റിക്കായിട്ട് വന്നു. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ജനറേറ്റ് OTP കൊടുക്കുക കേട്ടോ. ജനറേറ്റ് OTP ഇവിടെ കാണാം, അത് കൊടുക്കുക. അപ്പോൾ OTP പോയിണ്ടാവും, മെസ്സേജായിട്ട് OTP പോയിണ്ടാവും. ആ ഒരു OTP നിങ്ങൾ താഴെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇവിടെ കാണാം എൻ്റർ മൊബൈൽ OTPയുടെ അവിടെ മൊബൈൽ നമ്പറിലേക്ക് വന്ന OTP കൊടുത്ത് വാലിഡേറ്റ് കൊടുക്കുക. ഇമെയിലിലേക്ക് വന്ന OTPയും നിങ്ങളിവിടെ എൻ്റർ ചെയ്ത് വാലിഡേറ്റ് കൊടുക്കുക. പോയിട്ടില്ലെങ്കിൽ നിങ്ങൾ റീസെൻറ്റ് കൊടുത്താൽ മതി. പോയിട്ടുണ്ടാവും, ഒന്ന് ചെക്ക് ചെയ്യുക. കണ്ടില്ലേ, മൊബൈൽ നമ്പറിൻ്റെ OTP വാലിഡേറ്റ് ആയിട്ടുണ്ട്. അതുപോലെ നിങ്ങൾ ഇമെയിൽ IDയുടെയും വാലിഡേറ്റ് കൊടുത്തു, അതും വാലിഡേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ കൊടുത്തു. ഇത്രയും കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ താഴെ കാണുന്ന ക്യാപ്ച, അതിനു മുന്നേ നിങ്ങൾ ഡിക്ലറേഷൻ ബോക്സ് ടിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ കാണുന്ന ക്യാപ്ചയും കൊടുത്ത് വെരിഫൈ കൊടുക്കുക. അപ്പോൾ വെരിഫിക്കേഷൻ്റെ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഇതെല്ലാ ബോക്സും നിങ്ങൾ എന്ത് ചെയ്യണം, ടിക്ക് ചെയ്ത് കൊടുക്കുക. എല്ലാ ബോക്സും ടിക്ക് ചെയ്യുക, ഒന്നും വിടണ്ട. എന്നിട്ട് നിങ്ങൾ സബ്മിറ്റ് കൊടുക്കുക. അപ്പോൾ ഒരു പ്രൈവസി നോട്ടീസ് വന്നിട്ടുണ്ടാവും, നിങ്ങൾ നോക്കണ്ട. ഐ എഗ്രി കൊടുക്കുക. അപ്പോൾ ഒരു അലേർട്ട് വന്നിട്ടുണ്ട്, ദ ഇൻഫർമേഷൻ വൺ സബ്മിറ്റഡ് കനോട്ട് ബി മോഡിഫൈഡ്. അതായത് നിങ്ങളിപ്പോൾ കൊടുത്ത ഇൻഫർമേഷൻ നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റില്ല. എന്തെങ്കിലും മോഡിഫൈ ചെയ്യണം, എഡിറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ക്ലോസ് ചെയ്തിട്ട് ആദ്യം ചെയ്യേണ്ടി വരും. ഓക്കെ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ ഓക്കെ കൊടുക്കുക. അപ്പോൾ ഒരു പുതിയ നോട്ടീസ് വന്നിട്ടുണ്ട്, നിങ്ങളുടെ രജിസ്ട്രേഷൻ സക്സസ് ആയിട്ടുണ്ട്. 1 ടൈം ക്രിയേഷൻ സക്സസ് ആയി. ഇവിടെ രജിസ്ട്രേഷൻ നമ്പർ വന്നിട്ടുണ്ടാവും, അത് നിങ്ങളൊന്ന് എവിടെയെങ്കിലും ഒന്ന് സേവ് ചെയ്ത് വെക്കുക കേട്ടോ. ഈ രജിസ്ട്രേഷൻ നമ്പർ നിങ്ങൾ എവിടെയെങ്കിലും സേവ് ചെയ്ത് വെക്കുക. ഓക്കെ, എന്നിട്ട് നിങ്ങൾ ക്ലോസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ രജിസ്ട്രേഷൻ ഡീറ്റെയിൽസാണ് ഇവിടെ കാണുന്നത്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ ഗോ ടു ആപ്ലിക്കേഷൻ കാണാം. റൈറ്റ് സൈഡ് ടോപ്പിൽ ഗോ ടു ആപ്ലിക്കേഷൻ കാണാം, അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇനിയാണ് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ OTR ക്രിയേറ്റ് ആയിട്ടുണ്ട്, ലോഡിംഗ് ആണ്. നേരെ താഴേക്ക് സ്ക്രോൾ ചെയ്യുക. ആദ്യം കൊടുക്കേണ്ടത് ജെൻഡറാണ്. ബാക്കി എല്ലാ ഡീറ്റെയിൽസും അവിടെ വന്നിട്ടുണ്ടാവും. ജെൻഡർ മെയിലാണോ ഫീമെയിലാണോ കറക്റ്റായിട്ട് കൊടുക്കുക. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും തെറ്റാതെ എൻ്റർ ചെയ്ത് കൊടുക്കുക. എൻ്റർ ചെയ്യാൻ പറ്റില്ല, റൈറ്റ് സൈഡിൽ ഒരു കലണ്ടറിൻ്റെ ബോക്സ് കാണാം, അവിടെ ടിക്ക് ചെയ്ത് കൊടുത്ത് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓപ്ഷൻ വന്നിട്ടുണ്ട് ഏജ് ആസ് ഓൺ 17 ഓഗസ്റ്റ് 2025, 2025 ഓഗസ്റ്റ് 17 നിങ്ങൾക്ക് എത്ര വയസ്സായി. 27 വയസ്സ് വരെയാണ് ജനറൽ കാറ്റഗറിക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ആ കാര്യം കൂടി ഓർത്തിരിക്കുക. SC ST OBCക്കാർക്ക് ഇളവ് കിട്ടുന്നുണ്ട്. നാഷണാലിറ്റി ഇന്ത്യൻ സിറ്റിസൺ ആണ്, ടിക്ക് കൊടുക്കുക. പിന്നെ ഡൊമസൈൽ സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്.
ഇതിലേക്ക് അപേക്ഷ അയക്കുമ്പോൾ ഡൊമസൈൽ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ വേണം. അതില്ലാത്തവർ പെട്ടെന്ന് തന്നെ അത് അപ്ലൈ ചെയ്യുക. എന്നിട്ട് ഡൊമസൈൽ സർട്ടിഫിക്കറ്റ് എടുത്ത് വയ്ക്കുക, എസ് കൊടുക്കുക. ലോക്കൽ ലാംഗ്വേജ് ചോദിക്കുന്നുണ്ട്, മലയാളം സെലക്ട് ചെയ്തു. പിന്നെ ഫാദേഴ്സ് നെയിം, മദേഴ്സ് നെയിം, മേഴ്ഷ്യൽ സ്റ്റാറ്റസ് അൺമാരിഡ് ആണോ അതൊക്കെ കറക്റ്റായിട്ട് അവിടെ കൊടുക്കുക. റിലീജിയൻ കൊടുക്കുക, നിങ്ങളുടെ റിലീജിയൻ ഹിന്ദു ആണോ മുസ്ലിം ആണോ ക്രിസ്ത്യൻ ആണോ അതൊക്കെ കറക്റ്റായിട്ട് കൊടുത്തു. പിന്നെ ചോദിക്കുന്നത് മൊബൈൽ നമ്പർ ഓട്ടോമാറ്റിക്കായിട്ട് വന്നിട്ടുണ്ട്, ഇമെയിൽ അഡ്രസ്സും വന്നിട്ടുണ്ട്. ഇനി താഴേക്ക് സ്ക്രോൾ ചെയ്യുക. അതിനുശേഷം പ്രിഫേർഡ് ടെസ്റ്റ് സ്റ്റേറ്റ് 1 എക്സാമിനേഷൻ സ്റ്റേറ്റ്, എക്സാമിനേഷൻ എഴുതേണ്ട സ്റ്റേറ്റാണ് ചോദിക്കുന്നത്. കേരള കൊടുക്കുക. കേരളത്തിലാണ് നമുക്ക് പരീക്ഷ വേണ്ടത്, കേരള കൊടുത്തു. സിറ്റി കൊടുക്കുക. സിറ്റി നമുക്ക് എറണാകുളം, കണ്ണൂർ, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, തിരുവനന്തപുരം, തൃശ്ശൂർ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ തൃശ്ശൂർ ആയതുകൊണ്ട് തൃശ്ശൂർ കൊടുത്തു. പിന്നെ വീണ്ടും നമ്മൾ രണ്ടാമത്തെ സ്റ്റേറ്റ് വീണ്ടും കേരള സെലക്ട് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ നിയറസ്റ്റ് ആയിട്ട് വരുന്ന ജില്ല തന്നെ കൊടുക്കുക കേട്ടോ, പ്രിഫറൻസ് ആയിട്ട്. അപ്പോൾ ഞാൻ തൃശ്ശൂർ ആയതുകൊണ്ട് പിന്നെ ഞാൻ കോഴിക്കോട് കൊടുത്തു, പിന്നെ എറണാകുളം കൊടുക്കുക. അങ്ങനെ ഓർഡറായിട്ട് കൊടുത്തു വയ്ക്കാം. മൊത്തം 5 സിറ്റി നമുക്ക് കൊടുക്കാൻ പറ്റും. ഈ ഭാഗത്ത് നിങ്ങൾ സ്റ്റേറ്റ് കേരള കൊടുക്കുക, സിറ്റി നിങ്ങളുടെ നിയറസ്റ്റ് ആയിട്ട് വരുന്നത് കറക്റ്റായിട്ട് കൊടുത്തു വെച്ചു. പിന്നെ ചോദിക്കുന്നത് എക്സ് സർവീസ്മാൻ ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. ആണെങ്കിൽ എസ് കൊടുക്കുക. എസ് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഫില്ല് ചെയ്യണം. അല്ലാത്തവർ സിമ്പിളായിട്ട് നോ കൊടുക്കുക. പിന്നെ അതർ ഡീറ്റെയിൽസിൽ സ്പോർട്സ് സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ഉള്ളവർ എസ് കൊടുക്കുക, ഇല്ലാത്തവർ നോ കൊടുത്താൽ മതി. പിന്നെ ഗവൺമെൻറ് സർവൻ്റ് ആണെങ്കിൽ, ഡിപ്പാർട്ട്മെൻറ്റൽ കാൻഡിഡേറ്റ് ആണെങ്കിൽ നിങ്ങൾ എസ് കൊടുക്കുക. എസ് കൊടുത്തു കഴിഞ്ഞാൽ എംപ്ലോയ്മെൻറ്റ് നമ്പറും കാര്യങ്ങളൊക്കെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഗവൺമെൻറ് സർവൻ്റ് ഒന്നും അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നോ കൊടുക്കുക. എന്നിട്ട് സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക. എല്ലാം നിങ്ങൾ ശ്രദ്ധിച്ച് ഫില്ല് ചെയ്യുക കേട്ടോ. സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്തു. അപ്പോൾ ഡാറ്റ സേവ്ഡ് സക്സസ്ഫുള്ളി ആയിട്ടുണ്ട്, ഓക്കെ കൊടുക്കുക. അപ്പോൾ എലിജിബിലിറ്റി ക്രൈറ്റീരിയ കമ്മ്യൂണിക്കേഷൻ ഡീറ്റെയിൽസ് ആണ് ഇനി നിങ്ങൾ ഫില്ല് ചെയ്യാൻ പോകുന്നത്. ഇവിടെ നിങ്ങൾ അഡ്രസ് ലൈൻ 1ൻ്റെ അവിടെ നിങ്ങളുടെ വീട്ടും പേര് കൊടുക്കുക. പിന്നെ കൺട്രി സെലക്ട് ചെയ്യുക. കൺട്രി നിങ്ങൾ ഇന്ത്യ കൊടുക്കുക. പിന്നെ സ്റ്റേറ്റ് നമ്മൾ കേരളയാണ്, കേരള കൊടുത്തു. പിന്നെ ജില്ല, നിങ്ങളുടെ ജില്ല ഏതാണോ അത് കൊടുക്കുക. അപ്പോൾ ഞാൻ തൃശ്ശൂർ ആയതുകൊണ്ട് തൃശ്ശൂർ കൊടുത്തു. നിങ്ങളുടെ ജില്ല കൊടുക്കുക. പിന്നെ പോസ്റ്റൽ കോഡ്, പിൻ കോഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇതേ അഡ്രസ്സ് തന്നെയാണ് നിങ്ങളുടെ കറസ്പോണ്ടൻസും എങ്കിൽ, പെർമനൻറ്റും കറസ്പോണ്ടൻസും സെയിം ആണെങ്കിൽ എസ് കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ നോ കൊടുക്കുക. അതായത് ആധാറിലുള്ള അഡ്രസ്സും പിന്നെ നിങ്ങൾ താമസിക്കുന്ന അഡ്രസ്സൊക്കെ ഡിഫറൻസ് ഉള്ളവരാണെങ്കിൽ നോ കൊടുത്തിട്ട് സെപ്പറേറ്റ് നിങ്ങളിവിടെ ഫില്ല് ചെയ്ത് കൊടുക്കണം. പെർമനൻറ്റ് അഡ്രസ്സിൻ്റെ അവിടെ ആണെങ്കിൽ, സെയിം ആണെങ്കിൽ നിങ്ങൾ എസ് കൊടുക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ ഫില്ല് ആവുന്നതാണ്. അതിനുശേഷം നിങ്ങൾ സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക. അടിയിൽ സേവ് ആൻഡ് നെക്സ്റ്റ് കാണാം, അത് കൊടുക്കുക. അപ്പോൾ അത് സക്സസ് ആയി, ഓക്കെ കൊടുത്തു. കമ്മ്യൂണിക്കേഷൻ ഡീറ്റെയിൽസ് കഴിഞ്ഞു. ഇനി ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് ആണ്. നെയിം ഓഫ് ദി ബോർഡ് ഓർ കൗൺസിൽ, കേരള ബോർഡ് ഓഫ് പബ്ലിക് എക്സാമിനേഷൻ ആണ്. ഇതിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ 10ാം ക്ലാസ് മതി. 10ാം ക്ലാസ് ഡീറ്റെയിൽസ് ആണ് അവിടെ അടിക്കേണ്ടത്. മെട്രിക്കുലേഷൻ ഇവിടെ കാണാം. CBSE ആണെങ്കിൽ സെൻട്രൽ ബോർഡ് കൊടുക്കുക. എന്നിട്ട് ഏത് വർഷമാണോ 10ാം ക്ലാസ് പാസ്സായത് അത് കറക്റ്റായിട്ട് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുത്തു. പിന്നെ സ്കൂൾ നെയിം, 10ാം ക്ലാസ് പഠിച്ച സ്കൂളിൻ്റെ പേര്, സബ്ജക്റ്റുകൾ കൊടുക്കുക. സർട്ടിഫിക്കറ്റിലുണ്ടാവും സബ്ജക്റ്റുകൾ, മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി, അതെല്ലാം നിങ്ങളൊന്ന് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ക്വാളിഫൈഡ് ആണോ ഫെയിലാണോ, ഫെയിൽ കൊടുത്തു കഴിഞ്ഞാൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പാസ്ഡ് ആണെങ്കിൽ പാസ്ഡ് കൊടുക്കുക. 10ാം ക്ലാസ് യോഗ്യത വേണം ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ. പിന്നെ ചോദിക്കുന്നത് സെലക്ട് എനി ഓഫ് ദി ഫോളോയിങ് ആണ്. പേഴ്സൻറ്റേജ് CGPA, ഇവിടെ നിങ്ങൾ പേഴ്സൻറ്റേജ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പേഴ്സൻറ്റേജ് ആണ് ഇവിടെ എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ വരിക. CGPA ആണെങ്കിൽ അത് CGPA കൺവേർഷൻ വീഡിയോ യൂട്യൂബിൽ കിട്ടും. അത് കണ്ടിട്ട് നിങ്ങൾ കറക്റ്റായിട്ട് അവിടെ എൻ്റർ ചെയ്ത് കൊടുത്തോളൂ. അപ്പോൾ പേഴ്സൻറ്റേജ് ആണെങ്കിൽ പേഴ്സൻറ്റേജ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടിയ മാർക്കുകളാണ് ഇവിടെ കൊടുക്കേണ്ടത്. ടോട്ടൽ മാർക്ക് കൊടുക്കുക. പിന്നെ എത്ര മാർക്കിനാണ് പരീക്ഷ ഉണ്ടായിരുന്നത് അത് മാക്സിമം മാർക്കിൻ്റെ അവിടെ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ പേഴ്സൻറ്റേജിൻ്റെ ഓപ്ഷൻ വരും. അപ്പോൾ ഞാൻ അത് കൊടുത്തപ്പോൾ പേഴ്സൻറ്റേജ് വന്നിട്ടുണ്ട്, 70% വന്നു. ഇനി നിങ്ങൾക്ക് 10ാം ക്ലാസ് അല്ല +2 ഉണ്ടെങ്കിൽ നിങ്ങൾ +2ൻ്റെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസും ഇതുപോലെ ഫില്ല് ചെയ്യുക. അതിനുശേഷം അഡീഷണൽ ഡീറ്റെയിൽസ് ക്വാളിഫിക്കേഷൻ ഡിഗ്രി PG ഒക്കെ ഉണ്ടെങ്കിൽ അതും നിങ്ങൾ ഫില്ല് ചെയ്യുക. ഇതേപോലെ ഫില്ല് ചെയ്യുക കേട്ടോ. നമുക്ക് അപ്ലൈ ചെയ്യാൻ 10ാം ക്ലാസ് മതി. ഓക്കെ, ഇതെല്ലാം കഴിഞ്ഞാൽ നിങ്ങളൊന്ന് താഴേക്ക് സ്ക്രോൾ ചെയ്യുക. എന്നിട്ട് ഡിസേബിൾ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട്. എക്സ്പീരിയൻസ് ഉണ്ടോ, ഇൻ്റലിജൻസിൽ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉള്ളവർ എസ് കൊടുക്കുക, ഇല്ലാത്തവർ നോ കൊടുത്താൽ മതി. അടുത്ത ഓപ്ഷൻ ഇംഗ്ലീഷും ഹിന്ദിയും അല്ലാതെ ഏതെങ്കിലും ലാംഗ്വേജ് അറിയുന്നതാണ്. അപ്പോൾ എസ് കൊടുത്തിട്ട് ഇവിടെ മലയാളം എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഡാറ്റ സേവ്ഡ് സക്സസ്ഫുള്ളി ആയിട്ടുണ്ട്, ഓക്കെ കൊടുക്കുക. ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആയിട്ടുണ്ട്. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്, ഇനി നിങ്ങൾ നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറും ഡൊമസൈൽ സർട്ടിഫിക്കറ്റും അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആദ്യം അവർ ചോദിക്കുന്നത് റീസെൻ്റ് ആയിട്ടുള്ള പാസ്പോർട്ട് സൈസ് ഫോട്ടോയാണ്. ഇവിടെ ക്ലിക്ക് ഹിയർ ടു അപ്ലോഡ് എന്നൊരു ബട്ടൺ കാണാം. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് കാണാം. അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക.
അപ്പോൾ അത് ക്ലിക്ക് ചെയ്തപ്പോൾ ഇവിടെ പറയുന്നുണ്ട് വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലുള്ള പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആയിരിക്കണം, 100 KB മുതൽ 200 KB വരെയുള്ള സൈസ് JPG ഫോർമാറ്റിൽ 3.5 സെൻറ്റിമീറ്റർ 4.5 സെൻറ്റിമീറ്റർ ഡൈമെൻഷനിലുള്ള നിങ്ങളുടെ ഫോട്ടോയാണ് ഇവിടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. അതിന് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഫോട്ടോ റീസൈസർ എന്നൊരു ആപ്പ് ഉണ്ട്. അത് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ ഈ പറയുന്ന സൈസിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ഡ്രോപ്പ് ഫയൽ ഹിയർ എന്നൊരു ഓപ്ഷൻ ഇവിടെ കാണാം. അത് ക്ലിക്ക് ചെയ്ത് നിങ്ങളിത് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഫോട്ടോ കഴിഞ്ഞാൽ പിന്നെ ചോദിക്കുന്നത് അവർ നമ്മുടെ സിഗ്നേച്ചറാണ്. സിഗ്നേച്ചറിൻ്റെ സൈസ് 80 KB മുതൽ 150 KB വരെയാണ് JPG ഫോർമാറ്റിലുള്ള സിഗ്നേച്ചറും. ഇതുപോലെ നിങ്ങൾ സൈസ് കുറച്ച് ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഫോട്ടോയും സിഗ്നേച്ചറും കഴിഞ്ഞാൽ പിന്നെ ഡൊമസൈൽ സർട്ടിഫിക്കറ്റ് ആണ് ഇവിടെ കാണാം. അപ്ലോഡ് യുവർ സ്റ്റേറ്റ് ഡൊമസൈൽ സർട്ടിഫിക്കറ്റ്. ഡൊമസൈൽ സർട്ടിഫിക്കറ്റിൻ്റെ അവിടെ ക്ലിക്ക് ഹിയർ ടു അപ്ലോഡ് കൊടുക്കുക. ഇതേപോലെ നിങ്ങൾ 100 KB മുതൽ 1 MB വരെയുള്ള ഡൊമസൈൽ സർട്ടിഫിക്കറ്റിൻ്റെ സർട്ടിഫിക്കേഷൻ നിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഈ 3 നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം എന്നിട്ട് നമുക്ക് ഫീസ് അടയ്ക്കേണ്ട ആവശ്യം വരുന്നുണ്ട്. 650 രൂപയാണ് ഫീസ്. 550 രൂപ പ്ലസ് 100 രൂപ പ്രോസസ്സിംഗ് ചാർജ് വരുന്നുണ്ട്. ഇവിടെ ഓൺലൈൻ മോഡ് കൊടുക്കുക. ഈ ബോക്സുകളെല്ലാം നിങ്ങൾ ടിക്ക് ചെയ്ത് കൊടുത്തു. അതിനുശേഷം നിങ്ങളിവിടെ കാണുന്ന ക്യാപ്ചയും എൻ്റർ ചെയ്ത് കൊടുത്ത് സബ്മിറ്റ് കൊടുക്കുക. പ്രിവ്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കെല്ലാം ഒന്ന് വായിച്ചു നോക്കാൻ പറ്റും. ഓക്കെ കഴിഞ്ഞാൽ സബ്മിറ്റ് കൊടുക്കുക. അപ്പോൾ പേയ്മെൻറ്റിൻ്റെ പേജാണ് വരിക. ഇവിടെ നിങ്ങൾക്ക് SBI ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ് തുടങ്ങിയ ഓപ്ഷൻസൊക്കെ കാണാം. ഇവിടെ UPI കാണാൻ പറ്റുന്നുണ്ട്. UPI സെലക്ട് ചെയ്യുക. അപ്പോൾ ഗൂഗിൾ പേ, ഫോൺ പേ വഴിയൊക്കെ നിങ്ങൾക്ക് പേയ്മെൻറ്റ് അടയ്ക്കാൻ പറ്റും. ഞാൻ UPI സെലക്ട് ചെയ്യാണ്. അപ്പോൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു QR കോഡ് ഓപ്ഷൻ വരും. അതുപോലെ UPI ID സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാം. QR കോഡ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു QR കോഡ് ആക്റ്റീവ് ആവും. അതിനുശേഷം നിങ്ങൾ അവിടെ ആ ഒരു QR കോഡ് വെച്ച് നിങ്ങൾക്ക് പേയ്മെൻറ്റ് അടയ്ക്കാൻ പറ്റും. ഇതാ QR കോഡ് വന്നിട്ടുണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് പേയ്മെൻറ്റ് പോയിക്കോളും. അതിനുശേഷം നിങ്ങൾ ഹോം പേജിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വന്നോളും കേട്ടോ. അപ്പോൾ പേയ്മെൻറ്റ് പോയി കഴിഞ്ഞാൽ ഇത് നിങ്ങൾ ബാക്ക് അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ബാക്ക് അടിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ പേയ്മെൻറ്റ് പോവില്ല. അപ്പോൾ ശ്രദ്ധിക്കുക കേട്ടോ. കാരണം നമ്മുടെ ഫീസ് ഹ്യൂജ് ഫീസ് തന്നെ വരുന്നുണ്ട്. ഒരു കാരണവശാലും നിങ്ങൾ ബാക്ക് അടിക്കരുത്. ഓട്ടോമാറ്റിക്കായിട്ട് ബാക്ക് പോയിക്കോളും. അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ആയിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾ ചെയ്യുക. എളുപ്പമാണ്, അധികം പണിയൊന്നുമില്ല. നമുക്ക് ആ ഫോട്ടോയും സിഗ്നേച്ചറൊക്കെ ആഡ് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ കണ്ടുവരിക. അതിനുശേഷം നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ കറക്റ്റായിട്ട് ചെയ്യുക. അപ്പോൾ ശ്രദ്ധിച്ച് ചെയ്യുക, തെറ്റ് വരുത്തി വെക്കേണ്ട. പറയുന്ന കാര്യങ്ങളെല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറഞ്ഞിട്ടുണ്ട്. എല്ലാം ശ്രദ്ധിച്ച് ചെയ്യുക. ആപ്ലിക്കേഷൻ സബ്മിറ്റ് ആയിട്ടുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് വെച്ചോളൂ കേട്ടോ. ഇതിൽ തന്നെ കാണാൻ പറ്റും. അപ്പോൾ ഒരുപാട് അപ്ഡേറ്റ്സുകൾ എത്തിക്കാനുണ്ട്. എല്ലാം കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. നമുക്ക് എന്തായാലും നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.